ഞാൻ ഇന്നപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കിന്ന് 12 hour ഷിഫ്റ്റാണ്. 3 പേരെ എനിക്ക് പോയി കാണണം. 12 അല്ല 11 hour ഷിഫ്റ്റാണ്, 9 to 8. അപ്പം 3 ക്ലയൻസ് ഉണ്ട്. അപ്പം പോയി കാണണം. പുറത്ത് മഞ്ഞ് പെയ്യുന്നുണ്ട്. വർക്കായ കാരണം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, രാവിലെ തന്നെ സ്നോഫോള് തുടങ്ങി. ഞാൻ മഞ്ഞത്ത നിൽക്കുന്ന എൻ്റെ കാല് പുറത്തോട്ട് ഇറങ്ങിയത് അപ്പോഴേക്കും സ്നോ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു കുഞ്ഞു മോളാണ്. അപ്പം ഇവിടെ ചുമ്മാ നടക്കാൻ വന്നതാ പുള്ളിനെയും കൊണ്ട്. അപ്പം എൻ്റെ ആദ്യത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു. ഒരു 3 to 12 ഷോർട്ട് ഷിഫ്റ്റായിരുന്നു. വലിയ കാര്യമായിട്ട് പണിയെന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. മെഡ്സ് കൊടുത്തു. പുള്ളി ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചായിരുന്നു. പിന്നെ ഞങ്ങളുടെ മോളിൽ അവിടെ അടുത്തൊരു കുഞ്ഞൊരു മോളുണ്ട്, അവിടെ കുറച്ച് നേരം നടക്കാൻ പോയി. ഞാൻ എൻ്റെ സെക്കൻഡ് ലൊക്കേഷനിലെത്തി. ഇവിടെ എനിക്ക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 12 to 4 ആണ്. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ക്ലയൻറ്റ് വിളിച്ചു പറഞ്ഞു പുള്ളിക്കാരി ഡെൻ്റൽ അപ്പോയിൻമെൻറ്റിന് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല, കുറച്ച് ഡിലേ 35 minutes ഡിലേ ഉണ്ടെന്ന്. അപ്പം ഞാൻ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുവാണ്. പുള്ളിക്കാരിനെ വെയിറ്റ് ചെയ്തിട്ട്. എനിക്കാണെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലോട്ട് കയറാനും പറ്റത്തില്ല ആളുടെ കീ ഇല്ലാണ്ട്. സോ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇപ്പോൾ ജോലി ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് അങ്ങനെ ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള വർക്കൊന്നുമില്ല. ഞാൻ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അത് എത്രമാത്രം ബുദ്ധിമുട്ടാണ്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ദിസ് ഫീൽഡ് ഇസ് ആക്ച്വലി സോ നൈസ്. പക്ഷെ എനിക്ക് ഇപ്പോൾ ഈ ഒരു ഏജൻസിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ട്രാവൽ ചെയ്യണം. ഇങ്ങനെ 2-3 ക്ലയൻസ് ഉള്ള കാരണം കുറേ ട്രാവൽ ചെയ്യണം. അപ്പോൾ വണ്ടി എടുക്കാത്ത സമയം മുന്നേ ഞാൻ ബസ്സിനാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം സമ്മറിൽ ഇറ്റ്സ് ഓക്കെ, സമ്മറിൽ നമുക്ക് അത്യാവശ്യം നടക്കാം, അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ വിൻ്ററിൽ നമ്മൾ ബൂട്ടും ജാക്കറ്റും അയ്യോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ കുറേയും കൂടെ ഈസിയായി. നമുക്ക് അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ എടുക്കും ലൊക്കേഷൻ ടു ലൊക്കേഷൻ എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ 10 മിനിറ്റിൽ എത്തുന്നു. നമുക്ക് ഞാൻ ജാക്കറ്റ് മാത്രമേ ഇപ്പോൾ ഇടാറുള്ളൂ, വിൻ്റർ ബൂട്ട് അങ്ങനെ ഇടാറില്ല. പുറത്ത് അധികം ഒരുപാട് മഞ്ഞുണ്ടെങ്കിൽ മാത്രമേ വിൻ്റർ ബൂട്ടൊക്കെ ഇടാറുള്ളൂ. സോ ലൈഫ് കുറച്ചും കൂടെ ഈസിയായി. അന്നത്തേക്കുള്ള ലഞ്ചും പിന്നെ രാവിലെ അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കി. അപ്പം ഒരെണ്ണം ഞാൻ കഴിച്ചോളൂ. അപ്പം ഞാൻ മറ്റേത് പിന്നെ കുറച്ച് ക്രാക്കേഴ്സും ഇതും കൂടെ 8 മണി വരെ ഉണ്ടല്ലോ, അപ്പോൾ വിഷ്കുലോ എന്ന് വെച്ചിട്ട് അതും എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഞാൻ വർക്ക് ചെയ്ത ലൊക്കേഷൻ്റെ അടുത്തൊരു കടയുണ്ട്, ഒരു കുഞ്ഞു കടയുണ്ട്. അവിടെ സ്നാക്സ് കിട്ടും ഭയങ്കര ചീപ്പായിട്ട്, 50 cents $1 സ്നാക്സ് കിട്ടും. അപ്പം ഞാൻ ബ്രേക്കിന് അവിടെ പോയിട്ട് ഞാനിങ്ങനെ ഇത് കഴിക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് വന്നപ്പം കുറച്ച് നാളായി അവിടെ പോയിട്ട്. അപ്പം അവിടെ നിന്ന് പോയി കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ട് വന്നു. ഇങ്ങനെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷെ ചെറുതായിട്ട് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക ചെറുതായിട്ട്. എന്നെ വിളിച്ചു, ഒരു 5-10 minutes എത്തുമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ വണ്ടിയിൽ ഇരുന്ന് എൻ്റെ കാല് വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലൊക്കെ നല്ലോണം മരവിച്ചു. ഞാൻ ഇന്നലെ കാർ വാഷ് ചെയ്ത വണ്ടിയാണ്. മഞ്ഞ് പെയ്യുമ്പം പെട്ടെന്ന് ഇങ്ങനെ ചെളി പിടിക്കുക ഇതിൽ. 3ാമത്തെ ലൊക്കേഷനിലെത്തി. ഇനി ഇവിടെ ഒരു 4 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ എൻ്റെ ഷിഫ്റ്റ് തീരും. സെക്കൻഡ് ലൊക്കേഷനിൽ പുള്ളിക്കാരെ ഡെൻ്റൽ അപ്പോയിൻമെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂഷ്വലി ഇപ്പം എൻ്റെ ഷിഫ്റ്റിലാണെങ്കിൽ ഞാൻ അപ്പോയിൻമെൻറ്റിന് കൊണ്ടുപോകും. അപ്പോൾ ആൾക്ക് 11 മണിക്ക് എന്തായിരുന്നു അപ്പോയിൻമെൻറ്റ്. എൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മണിക്ക്. അപ്പോൾ ആളൊറ്റയ്ക്ക് അപ്പോയിൻമെൻറ്റിന് പോയി. പിന്നെ അവിടെ കുറച്ച് ആൾക്ക് ക്ലീനിങ് അങ്ങനെ, പിന്നെ ആൾ പോയി വന്ന കാരണം ഭയങ്കര ടയേർഡായിരുന്നു. അപ്പം അങ്ങനെ വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ 3ാമത്തെ ലൊക്കേഷനിലോട്ട് വന്നേക്കുക. ഇതാണ് എൻ്റെ കോവർക്കേഴ്സ്. ഇത് അൻസീറ്റ, ഇവിടെ സ്ലീപ്പ് ഓവറിന് കണ്ടിട്ടുണ്ടാവും. ഇത് ആശ. ഞങ്ങൾ 3 കൂടെ എപ്പോഴെങ്കിലും ഒരു സ്ലീപ്പ് ഓവർ കഴിഞ്ഞ നീ ആണെന്ന് തന്നെ പറയണ്ട അല്ലേ, നമ്മൾ എപ്പോഴെങ്കിലും പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കും. അടുത്ത ആഴ്ച ലഞ്ചൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ സമയം 6 മണി 6:45. കുറച്ച് ക്രാക്കേഴ്സും പിന്നെ കോക്കമോളയും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ ഒരു ബ്രെഡും അവക്കാഡോ ടോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് കഴിക്കാൻ എടുത്തേക്കുന്നത്. ഈ ക്രാക്കേഴ്സ് എനിക്കിങ്ങനെ ഇതിൽ ഡിപ്പ് ചെയ്ത് അവക്കാഡോയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. ഈ ക്രാക്കേഴ്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് വെറുതെ തിന്നാൻ വലിയ രുചിയൊന്നുമില്ല. ഇത് മൾട്ടിഗ്രെയിൻ ക്രാക്കേഴ്സാണ്. പക്ഷെ ഇത് ഡിപ്പിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ്. കുറച്ച് ഡിപ്പ് എടുക്കുക. ഇത് ഇച്ചിരി തണുത്ത് പോയ കാരണം കറുമുറു സൗണ്ട് ഇല്ല. ഇത് ഓക്കെ, ഇത് തണുത്ത് പോയി ഈ ബ്രെഡിൻ്റെ മുകളിൽ വെച്ചിട്ട്. ഭയങ്കര ഫില്ലിംഗ് ആണ്. കുറേ നേരത്തേക്ക് വിശക്കത്തില്ല. അവക്കാഡോ ബ്രെഡും ഞാൻ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ക്രാക്കേഴ്സും വെച്ചിട്ടുണ്ട്. ഫൈനൽ ഷിഫ്റ്റും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഓൾമോസ്റ്റ് 8 മണിയായി. പുറത്ത് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെ ഉന്തിക്കൊണ്ടൊക്കെ നടക്കണം. നടക്കുന്നതൊക്കെ ഇഷ്ടമാണ്. കാറിലാണ് പണി. നീ നിന്റെ വീഡിയോയിൽ നീ കൊച്ചുങ്ങളെ പറ്റി പറഞ്ഞെടുത്തിട്ട് നമ്മളൊരു മലയാളി ചേച്ചിയുടെ അടുത്താണ് ത്രെഡ് ചെയ്യാൻ പോയത്. കാരണം നമ്മൾ മലയാളീസിൻ്റെ അടുത്ത് പോകുമ്പം അല്ലെങ്കിൽ ഇവരിങ്ങനെ വീട്ടിൽ ചെറിയ സലൂൺ സെറ്റപ്പ് ഉണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് ഞാൻ ത്രെഡ് ചെയ്തതിന് $7. നമ്മൾ പുറത്ത് മോളിലൊക്കെ പോവുകയാണെങ്കിൽ $17 പ്ലസ് ടാക്സ് വരും. സോ ഇപ്പോഴും നമ്മൾ ഹെയർ കട്ടിനാണെങ്കിലും ഹെയർ കളറിങ് ത്രെഡിനൊക്കെ ഇതുപോലെ നോർത്ത് ഇന്ത്യൻസും മലയാളീസും ഒക്കെ അവരുടേതായ ബേസ്മെൻറ്റിൽ ചെറിയ സെറ്റപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നടത്തുന്നുണ്ടോ. അപ്പം നമ്മൾ അവിടെയാണ് കൂടുതലും പോവുക. ഞാൻ വീടെത്തി. എല്ലാവരും ഇങ്ങനെ ചുമ്മാ 1, 2, 3, 4 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, സമയം എത്രയെന്ന് അറിയാവോ? 9 മണിയായി. എന്നിട്ട് ഒരാൾ ഓഫ് ഡേ ബെഡിൽ നിന്ന് എണീക്കാണ്ട്. അമലും വന്നിട്ടുണ്ട്. അമല് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞാ വന്നതാണ്. 5 മണിക്കൂർ ഫോൺ വിളിയും കഴിഞ്ഞു. 3 മണിക്കൂർ. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരികയാണ്. അത് അങ്ങനെ നടക്കുള്ളൂ. നമുക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലി എന്നാണ്. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ വീട്ടിൽ നിന്ന് ചോദിച്ചാലും 9,000 5 ലക്ഷം രൂപ അല്ലേ? 5 ലക്ഷം രൂപ മേളുണ്ടാവും. പെട്ടെന്ന് എടുത്തിട്ട് അവരുടെ അടുത്തുണ്ടാവും. റോളിംഗ് ആയിട്ട് നടക്കുള്ളൂ ഇതെല്ലാം. പക്ഷെ നമ്മളത് സുഖമായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ലാസ്റ്റ് സെമ്മിലേക്ക് അടയ്ക്കാനായിട്ട് നാട്ടിൽ നിന്ന് ഒരു $1,000 അയച്ചു തന്നായിരുന്നു. ഷോർട്ടേജ് വന്നപ്പോ അത് നിനക്ക് വേണമെങ്കിൽ ഒരു മാസം. സമാധാനം.